കല്യാണമൊക്കെ കൂടി നമ്മൾ നേരെ പോയത് രഹനേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് രഹനേച്ചി? രഹനേച്ചി ഞങ്ങളുടെ ഒരു കസിനാണ്. ഇവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ വീട് ഫോട്ടോയിലും വീഡിയോയിലും മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് നേരിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീട് കണ്ടപ്പോൾ പഴയ ഒരു തറവാടിൻ്റെ ഫീൽ കിട്ടിയോ? എനിക്കെന്തായാലും ആ ഒരു ഫീൽ കിട്ടി. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് ഈ ഒരു ഫാമിലി ഗാദറിംഗ് ഏരിയയുടെ ഫീൽ തരുന്ന സ്ഥലമാണ്. പിന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ഹൗസിൻ്റെ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഉള്ളിലത്തെ ഇൻറ്റീരിയൽസും ബാക്കി കാര്യങ്ങളും എല്ലാം ശരിക്കും ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂർ എടുക്കാനൊന്നും ഉദ്ദേശിച്ചില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നേരം എടുത്ത കുറച്ച് റാൻഡംലി എടുത്ത ക്ലിപ്സ് മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നേരെ മുറ്റത്ത് തന്നെ നല്ലൊരു മാവുണ്ട്. ഇത് ഏതാ മാവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അമ്മയും ഷോണിയച്ചൊക്കെ ഇന്ന് കല്യാണത്തിന് എടുത്ത ഫോട്ടോസൊക്കെ നോക്കുകയാണ്. ഈ വീട് മാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊന്നാണ് ഈ മീൻ വളർത്തൽ. നിങ്ങൾ വിചാരിക്കും ഈ 1-2 പാത്രത്തിലുള്ള മീൻ മാത്രമേ ഉള്ളൂ എന്ന്. ഈ വീടിന് ചുറ്റും എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ മീൻ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലവും ഒരു സാധനവും വേസ്റ്റ് ആക്കാണ്ട് ഇവർ എല്ലാ സ്ഥലത്തും മീനിനെ വളർത്തുന്നുണ്ട്. കുപ്പിയിലും പാട്ടയിലും കുപ്പിയുടെ അടപ്പിൽ പോലും മീനിനെ വളർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൂത്രധാരനെ കണ്ടെന്നെങ്കിൽ ഇയാളാണ് ആ ആള്. പിന്നെ എനിക്കൊരു വെറൈറ്റി മീനിനെ കാണിച്ചു തരാൻ എന്നിട്ട് വിളിച്ചു. ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത് കൊഞ്ചന അങ്ങനെ എന്തോ ആണെന്നാണ്. പക്ഷെ അതല്ല, ക്രോഫിഷ്. ഇതാണ് അതിൻ്റെ പേര്. ഈ വീടിൻ്റെ അടുത്ത സ്പെഷ്യാലിറ്റി കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഈ വീടിൻ്റെ പേരാണ് കൂട്ടായി. ഈ പേരിടാനുള്ള കാരണം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചു. കൂട്ടായി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂട്ടായിട്ടുള്ള നല്ല സന്തോഷം. കൂട്ടായ്മ അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണല്ലേ. വീട് പോലെ തന്നെ മനോഹരമായിട്ടുണ്ട് അതിൻ്റെ പേരും. ഇത് പ്രിയേച്ചിയും പ്രവീണേട്ടനും. നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അളിയനെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. വീടിൻ്റെ മനോഹാരിത കണ്ടുവരുന്ന വഴിയിൽ നമ്മുടെ പ്രകൃതിയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വീട്ടിലേക്ക് വന്നു.